വെർച്വൽ റിയാലിറ്റിയിലൂടെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? 2022 ബെർണാർഡോ ആൻഡ് അദർ ലിമ എന്ന് പറയുന്ന ബ്രെയിൻ ജോയിൻ്റ് ആയുള്ള രണ്ടുപേരെ വെർച്വൽ റിയാലിറ്റിയിലൂടെ ഓപ്പറേഷൻ നടത്തിയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് അവർ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നത് ശരിക്കും മെഡിക്കൽ രംഗത്ത് നമുക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സ്, ബ്രസീലിൽ നിന്ന് UK നിന്നൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് വെർച്വൽ റിയാലിറ്റിയിലൂടെ കണക്ട് ചെയ്യും. ഒരുപാട് പ്രാവശ്യം അറൗണ്ട് 80+ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് വെർച്വൽ റിയാലിറ്റിയിലൂടെ ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണക്ട് ചെയ്ത് ആ ട്രെയിനിങ്ങിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഓപ്പറേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ MRI റിപ്പോർട്ടുകളും ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വെർച്വൽ ക്രിയേഷൻ തന്നെ നടത്തി. ശരിക്കും അവരിന്ന് സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ രംഗത്ത് അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ ഇത് പോസിബിൾ ആണ് എന്നുള്ളത് ശരിക്കും ഒരു ബ്രെയിൻ ജോയിൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതിനെ പോലും സക്സസ് ആക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മേഖലകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ച് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് മാർക്ക് സുക്കർബർഗ് ഇങ്ങനെ പറഞ്ഞത്, വി ആർ സ്റ്റിൽ ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് ദ ടെക്നോളജി ആൻഡ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ആർ ലിമിറ്റ്ലെസ്.